ഹലോ ഗൈസ്, ഞാനിന്ന് എൻ്റെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എൻ്റെ ഈ ട്രൈം സ്പീഡ് 400ൻ്റെ എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഈ വണ്ടി എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വണ്ടികളുടെ സ്പെസിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് നെറ്റിൽ എല്ലാവരുടെയും കിട്ടും. പക്ഷേ നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല്, അല്ലെങ്കിൽ ഒരു യൂസർ എന്ന നിലയ്ക്ക് ഞാനിപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട് ഈ വണ്ടി 3000 കിലോമീറ്റേഴ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വണ്ടി എങ്ങനെയുണ്ട്, ഇതിൻ്റെ പെർഫോമൻസ് എന്ന് ഞാൻ പറയാം. ആക്ച്വലി ഞാൻ ആർക്ക് ഈ വണ്ടി സജസ്റ്റ് ചെയ്യും ചോദിച്ചാൽ, കൂടുതൽ NH വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക്, ഓക്കെ, നാഷണൽ ഹൈവേയിൽ അല്ലെങ്കിൽ ലോങ് ട്രിപ്പൊക്കെ പോകുന്ന എല്ലാവർക്കും ഞാൻ ഈ വണ്ടി സജസ്റ്റ് ചെയ്യും. കാരണം NH ഈ വണ്ടി ഓടിക്കാൻ വളരെ ഈസിയാണ്. ഈസിലി നമുക്കൊരു 80+ ഭയങ്കര ഈസി ആയിട്ട് നമുക്കൊരു 6 ഗിയറിൽ ഈസി ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലും മേലേക്ക് ഇത് പോകുന്ന സ്പീഡുകളൊന്നും ഇവിടെ പുറത്ത് പറയാൻ പറ്റില്ല. അത്രയും അടിപൊളി വണ്ടിയാണ്. ആൻഡ് ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. നമുക്ക് ആ ഒരു സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. ബ്രേക്കിങ് അടിപൊളിയാണ്. അതുപോലെ ഇതിൻ്റെ സസ്പെൻഷൻ ആൻഡ് ഹാൻഡ്ലിങ്, ഇറ്റ്സ് ടോപ്പ് നോച്ച് ഗൈസ്, റിയലി. ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു വണ്ടി ക്ലാസിക് 350 ആണ്. ഇപ്പോൾ ഇതോടിച്ച് ഞാനിപ്പോൾ ആ വണ്ടി എടുക്കാറേ ഇല്ല, കാരണം ഇത് അത്ര നല്ല പെർഫോമൻസ്. ആൻഡ് ദ മൈലേജ് ഈസ് ആൾസോ ഇറ്റ്സ് ടു ഗുഡ് ഇൻ ദ NH. ഐ എം ഗെറ്റിംഗ് അറൗണ്ട് 29-30 easily I'm getting in the NH. But for city use, I won't recommend this one, because സിറ്റിയിൽ ഇതിൻ്റെ മൈലേജ് കുറച്ച് കമ്മിയാണ്. എനിക്കൊരു 24-23 ഒക്കെ കിട്ടുന്നുള്ളൂ സിറ്റിയിൽ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ എനിക്ക് മെയിനായിട്ട് ഇതിനകത്തൊരു പ്രശ്നം പറയാനുള്ളത്, എനിക്ക് ട്രയംഫ് ഇതുവരെ ഓടിച്ച് എനിക്ക് തോന്നിയ ഒരേ ഒരു മെയിൻ പ്രശ്നം ഇതിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേഷനാണ്. കാരണം നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കാണിക്കുന്ന ഇൻഡിക്കേഷൻ അല്ല, വണ്ടി നമ്മളൊന്ന് നിർത്തിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ നേരത്ത് ഫ്യൂൽ മേ ബി ഒരു 2 കട്ടയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കുറയും. അപ്പോൾ ആ നേരത്തുള്ള ഫ്യൂൽ ഇൻഡിക്കേഷൻ ഒരിക്കലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ലൈക്ക് ആ ഒരു പോയിൻറ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒരു ശരിയാക്കാമെന്ന് പറഞ്ഞു, ബട്ട് എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയത് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്, വേറൊരു മെയിൻ അഡ്വാൻറ്റേജ്, ഈ വണ്ടി റെയിനിങ് കണ്ടീഷനിൽ ഓടിക്കാൻ, പലരും പറഞ്ഞു ഇതിനകത്ത് ബാക്കിൽ നിന്ന് ചളി തെറിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ആ ഒരു മഴയത്ത് ഈ വണ്ടി ഓടിക്കാൻ കിട്ടുന്നൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഭയങ്കരമാണ്. കാരണം വണ്ടി സ്ലിപ്പാവില്ല, നമ്മുടെ അടിപൊളി നമ്മുടെ കൺട്രോളിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്നെല്ലാം ഉള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടും. പിന്നെ പിലിയൻ കംഫേർട്ട് ഞാൻ അധികം സജസ്റ്റ് ചെയ്യുന്നില്ല, കാരണം ഈ വണ്ടിയുടെ ഒരു ഇനീഷ്യൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നൊരു പവറുണ്ട്. ആ പവറിൽ ശരിക്കും വണ്ടി എടുത്തു കഴിഞ്ഞാൽ പുറകിലിരിക്കുന്ന ആൾ തെറിച്ച് വീഴാൻ വരെ സാധ്യതയുണ്ട്, അത്രയും പവറാണ്. പിന്നെ നിങ്ങൾ സിറ്റിയിലാണ് കൂടുതൽ വണ്ടി ഓടിക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ചെറിയ കുഞ്ഞനായ T4 എന്ന വേരിയൻ്റ് ആയിരിക്കും. കാരണം അത് ഒരു ലോ RPM തന്നെ അത്യാവശ്യം നല്ല ടോർക്ക് ഡെലിവറി ചെയ്യുന്നൊരു വണ്ടിയാണ്. സിറ്റി യൂസിന് ആ വണ്ടിയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഇത് മെയിനായിട്ട് ഞാൻ NH ഓടിക്കുന്നവർക്കാണ് ഞാൻ ഈ വണ്ടി പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതെൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഈ വണ്ടി യൂസ് ചെയ്തതിനകത്ത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ വണ്ടി എടുത്തതിനകത്ത്. ഇത് തരുന്ന ഒരു പെർഫോമൻസ് നമുക്ക് അങ്ങനെ ഇപ്പോൾ ക്രൂസ് ചെയ്യാമെന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ഇത് വെച്ച് ക്രൂസ് ചെയ്യാൻ തോന്നില്ല. കാരണം അവൻ അങ്ങനെ കയറിപ്പോവും, ഏത് സ്പീഡിൽ ഏത് ഗിയറിൽ എപ്പോൾ ആക്സലറേറ്റർ കൊടുത്താലും ടോർക്കും റെഡിയാണ്, പവറും അവൈലബിൾ ആണ്. ലൈക്ക് നമുക്കിത് പുഷ് ചെയ്ത് ഓടിക്കാൻ കിട്ടുന്നൊരു ഫണ്ണുണ്ട്, റിയലി ഗുഡ്. ഞാൻ എന്തുകൊണ്ട് ഈ റിവ്യൂ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപയോഗിച്ച ഒരാൾക്കല്ലേ വണ്ടിയെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. സോ ഇതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ പറയുക, ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. അല്ല, നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാനൊരു സ്ഥിരം റിവ്യൂവർ അല്ല, ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം ഇടുന്ന വീഡിയോ ആണ് ഇത്. താങ്ക് യു.